പക്ഷെ ആ അപ്ലോഡ് ചെയ്ത ഇമേജിനെ കണ്ടോ മാറ്റങ്ങൾ വരുത്തിയുണ്ടോ? ഈ രീതിയിൽ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ഫോട്ടോ നമ്മൾ എടുക്കുമെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക. വീടിന്റെ എക്സ്റ്റീരിയറിലും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നമ്മുടെ സ്കൈയുടെ അല്ല ആകാശത്തിന്റെ വ്യൂ അത്ര നല്ലതല്ലെങ്കിൽ അത്രയും നല്ല ഒരു ഇമേജ് റെഫറൻസും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ റിയൽ എസ്റ്റേറ്റിലുള്ള ആൾക്കാർ അല്ലെ വീട് വില്ല പോലുള്ള നിർമ്മിച്ച് വിൽക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ എക്സ്റ്റീരിയർ കൊടുക്കാൻ നേരത്ത് അതിന്റെ ആ സണ്ണിന്റെ വ്യൂ അല്ല സ്കൈയുടെ വ്യൂ കൂടെ നന്നായിട്ട് കൃത്യമായിട്ട് നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നല്ല വെളിച്ചമുള്ള സമയത്തായിരിക്കും അവർ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാറും കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മളത് ഫോട്ടോഷോപ്പിലൊക്കെ പോയിട്ട് നമ്മൾ സമയം എടുത്ത് വേണം ചെയ്യട്ടെ. അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് നമ്മുടെ 8ാമത്തെ ടൂൾ എന്ന് പറയുന്നത്. അതിനകത്ത് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് നമുക്ക് നമ്മുടെ എക്സ്റ്റീരിയർ ഫോട്ടോ ഒന്ന് അപ്ലോഡ് ചെയ്യുക. നമുക്ക് ഏത് വ്യൂ ആണെന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഓട്ടോമാറ്റിക് ആയിട്ട് AI കൃത്യമായിട്ട് അതിലേക്ക് നമ്മൾ ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയേക്കണ ഒരു ഇമേജ് ആണ്. അപ്പൊ ഈ ഒരു ഇമേജിനെ നമുക്കൊന്ന് നമ്മുടെ ഒരു AI-ലേക്ക് ഇട്ട് നോക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ്. ഇതുണ്ട്. ഇതിപ്പോ നമുക്ക് അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ അപ്ലോഡ് ചെയ്ത ഇമേജിനെ കണ്ടോ മാറ്റങ്ങൾ വരുത്തിയുണ്ടോ? ഈ രീതിയിൽ ഹൈ ക്വാളിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇത് നമ്മൾ ഒരു റെൻഡറിങ് കൊടുത്തോളൂ. ഇതേപോലെ നമുക്ക് 2ഓ 3ഓ ഇഷ്ടമുള്ള പോലെ നമുക്ക് റെൻഡറിങ് കൊടുക്കാം. പല ക്ലൈമറ്റിലുള്ളത് കൊടുക്കാൻ പറ്റും. കണ്ടോ? വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇമേജ് ക്ലയന്റിന് കൊടുക്കുന്നതാണോ, ക്ലയന്റിന് ഇങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കുന്നതാണോ ക്ലയന്റിന് കുറച്ചുകൂടെ നല്ലത്? കണ്ടോ? നല്ല കൃത്യമായിട്ട് ആ ഒരു ഇമേജിന്റെ മാറ്റങ്ങളുണ്ടോ? ഇത് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇതുണ്ട്. അതിന്റെ ഇത് മാറിയുണ്ടോ? ആ രീതിയിലേക്ക് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഈ ഒരു സ്കൈയുടെ മാറണമെന്നുണ്ടെങ്കിൽ ഈ സ്കൈയുടെ മാറി നമുക്ക് വേറെ സ്കൈയിലേക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതുണ്ടോ? ഇപ്പൊ നമ്മൾ നേരത്തെ പകരമായിട്ട് നമ്മൾ 2ാമത്തെ സ്കൈ കൊടുത്തുണ്ടോ? ഈ രീതിയിലെ സ്കൈ. നമുക്ക് ആ കൊടുത്തേക്കുന്ന സ്കൈയെ പല രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. കണ്ടോ? വ്യത്യാസം കണ്ടോ? അപ്പൊ ഈ രീതിയില് നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് മാറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാം. ഇങ്ങനെ സ്കൈയുടെ ഇനിയിപ്പോ നമുക്ക് വൈകുന്നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ കൊടുക്കാം. അപ്പൊ ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. കണ്ടോ? ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ റെൻഡർ വന്നേക്കണുണ്ട്. അതിന്റെ ആ ക്വാളിറ്റിയുടെ വ്യത്യാസം കണ്ടോ? ആ രീതിയിൽ ക്വാളിറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ രീതിയിൽ ക്രമീകരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു ടൂളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല് നമ്മൾ കൊടുക്കുന്ന ഇമേജ് മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് സ്കൈ മാറുകയും ഈ സ്കൈ മാത്രമല്ല മാറുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇമേജിന്റെ തന്നെ ക്വാളിറ്റി തന്നെ നല്ല രീതിയിലേക്ക് എൻഹാൻസ് ചെയ്ത് നല്ല പ്രൊഫഷണൽ ലുക്കിലേക്ക് എത്തുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിച്ചു. അത് നമ്മുടെ വീടിന്റെ വെളിച്ചത്തിൽ വരെ വ്യത്യാസം വരുത്താനായിട്ടുള്ള രീതിയിലേക്കാണ് ഈ ഒരു ടൂൾ ഉപയോഗിക്കുന്നത്. അത് നമുക്ക് പല കാലാവസ്ഥയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും മഴയുള്ളപ്പോഴാണെങ്കിലും ഇടിമിന്നലുള്ള സമയത്താണ് ഏത് രീതിയിലുള്ളതാണെങ്കിലും നമുക്ക് നമ്മൾ എടുക്കുന്ന ആ മോഡ് അനുസരിച്ച് അത് വ്യത്യാസപ്പെടുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ റിയൽ എസ്റ്റേറ്റിലുള്ള ആൾക്കാരാണെന്ന് വിചാരിക്കുമോ? അപ്പൊ നിങ്ങളുടെ അടുത്ത് വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു ഫോട്ടോ അല്ലെ ഇമേജ് ആണെന്ന് വെച്ചോ, അതിന്റെ ആ ഒരു കാലാവസ്ഥ ഇത്തിരി മോശമാണെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ടൂളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും നല്ല വൃത്തിയുള്ള ഫോട്ടോ ആയിട്ട് നമുക്ക് വരാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മൾ മണിക്കൂറുകളൊക്കെ അനുസരിച്ച് നമ്മളതിനകത്തൊരു നല്ല ഇമേജ് കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കേണ്ടി വരും. പിന്നെ അതുപോലെ നിങ്ങൾ ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു വീട് രാവിലെ എങ്ങനെയായിരിക്കും, ഉച്ചയ്ക്ക് എങ്ങനെയായിരിക്കും, വൈകിട്ട് എങ്ങനെയായിരിക്കും, രാത്രിയിൽ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് അറിയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഓരോ സമയത്തോളം എങ്ങനെയായിരിക്കും എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനും സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പൊ ഞാനെടുത്ത് ഓൺലൈൻ വഴി ലോ ക്വാളിറ്റിയിലുള്ള ഇമേജ് ആണ്. അങ്ങനെ ലോ ക്വാളിറ്റിയിലുള്ള ഇമേജ് ആണെങ്കിൽ പോലും ഇതേപോലെ ഹൈ ക്വാളിറ്റിയുള്ള റിയലിസ്റ്റിക് ആയിട്ട് ഇമേജ് ആക്കി മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ടൂളാണ് നമ്മുടെ ഈ ടൂൾ എന്ന് പറയുന്നത്. ഇതുപോലത്തെ 24 AI ടൂളുകൾ ഉപയോഗിച്ചിട്ടുള്ളതാണ് നമ്മുടെ ഈ കോഴ്സ് എന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഓരോ ടൂളുകളും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഉൾപ്പെടെയുള്ള ഡെമോൺസ്ട്രേഷനോടെ കൊടുക്കുകയും അതുകൂടാതെ നമുക്ക് നോട്ട് മലയാളത്തിൽ തന്നെ നോട്ട് കൊടുത്തിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ബിഗിനർ ആയിട്ടുള്ള ആളുകൾക്ക് വരെ ഉപകാരപ്രദമാകുന്ന രീതിയിലാണ് നമ്മൾ ക്രമീകരണം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 50 പേർക്ക് വെറും 450 രൂപയ്ക്ക് ഈ ഫുൾ കോഴ്സ് നിങ്ങൾ ആക്സസ് ചെയ്യാൻ സാധിക്കും. 7 ദിവസത്തെ ഫ്രീ ആയിട്ടുള്ള ട്രയൽ മൊത്തം ടൂളുകളും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് 7 ദിവസത്തേക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനുള്ള ട്രയലും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ തന്നെ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യുക. ഇത് കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ഓഫറോ കാര്യങ്ങളോ ഉണ്ടായിരിക്കത്തില്ല. ക്ലാസ് നേരിട്ട് കാണാം. താങ്ക് യു.